എല്ലാവർക്കും Adobe Illustrator മലയാളം ട്യൂട്ടോറിയലിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് Adobe Illustratorനകത്ത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവസാനം നമ്മളൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് ആർട്ട് ബോർഡിനകത്ത് എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ആർട്ട് ബോർഡിനകത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Adobe Illustratorനകത്തുള്ള ആർട്ട് ബോർഡ് എന്ന് പറയുന്നത് വലിയൊരു ആർട്ട് ബോർഡാണ്. നോർമലി നമ്മൾ ക്യാൻവാസിൽ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെയാണ് Adobe Illustratorലെ ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർട്ട് ബോർഡിനകത്ത് 189 ഫീറ്റ് വരെയുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 189 ഫീറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കണക്കല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീലത്തിമിംഗലം എന്ന് പറയുന്നത് 110 ഫീറ്റൊക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു സൈസിനകത്ത് നമുക്കൊരു വേണമെങ്കിൽ ഒരു നീലത്തിമിംഗലത്തിനെ റിയൽ ലൈഫ് സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആർട്ട് ബോർഡ് അത്രത്തോളം വലുതാണ്. ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയ ആ ഭാഗം തൊട്ടൊന്ന് തുടങ്ങുകയാണ്. അതായത് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അഡോബിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ വലിപ്പം കൂടിയതാണെന്ന്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ 190 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 190 കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഒരു റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള സൈസ് എത്ര കിട്ടുമെന്ന് കാണിക്കും. 189.6 ആണ് ഫീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഹൈറ്റിലും സെയിം സംഭവം തന്നെയാണ്. 190 കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 189.6 ആവുന്നതായിട്ട് കാണാം. താഴെയായിട്ടൊരു ചെറിയൊരു ഡേഞ്ചർ പോലത്തെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. ലൈക്ക് ഒരു വലിയ ക്യാൻവാസ് സൈസ് ആണെന്ന് പറയുന്നൊരു വാർണിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആർട്ട് ബോർഡ് സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി 189 ഫീറ്റ് വരെ എൻലാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ തരത്തിലുള്ള വലിയ സൈസ് ഒന്നും കാണത്തില്ല. ലൈക്ക് നമ്മൾ എന്ത് തരത്തിലുള്ള ആർട്ട് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഡോക്യുമെൻ്റ് സൈസ് വരുന്നത്. 189 ഫീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഒരുപാട് MB കാണുമെന്ന് നിങ്ങൾ വിചാരിക്കും. അത്രയൊന്നും വരത്തില്ല. നമ്മളിപ്പോൾ ചെറിയ എന്തെങ്കിലും ആർട്ട് വർക്കാണ് ഇതിനകത്ത് ചെയ്യുന്നതെങ്കിൽ KB സൈസിന് മാത്രമേ ഇതിൻ്റെ ഒരു സൈസ് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആക്ച്വൽ ആർട്ട് ബോർഡിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ ഇത് സിംപിളി ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ആർട്ട് ബോർഡിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ആർട്ട് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം എത്ര ആർട്ട് ബോർഡ് വേണമെങ്കിലും കൊണ്ടുവരാമെന്നുള്ളത്. അതുപോലെ തന്നെ അതിനകത്തായിട്ട് ഒന്ന് എന്ന് ഞാൻ ആർട്ട് വർക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്നതാണ് ആർട്ട് ബോർഡ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. Shift+O പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ട് ബോർഡ് ടൂൾ എടുക്കാൻ പറ്റും. ഇവിടെയായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആർട്ട് ബോർഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് പോലെ ഓരോ ആർട്ട് ബോർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആർട്ട് ബോർഡ് ഇതാണ്. ഇനി ആർട്ട് വർക്ക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ആർട്ട് വർക്കിൻ്റെ ബൗണ്ടിങ് ബോക്സോട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം ആർട്ട് വർക്കാണ്, മറ്റത് ആർട്ട് ബോർഡാണ്. അപ്പോൾ അത് സെപ്പറേറ്റ്ലി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ട് ബോർഡാണ്. അപ്പോൾ 4 ആർട്ട് ബോർഡ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളി ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Shift+O ആണ്. 0 അല്ല, O ആണ്. അപ്പോൾ ഓരോ ആർട്ട് ബോർഡിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആർട്ട് ബോർഡായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇനി ഇതിൽ പലർക്കും കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആർട്ട് ബോർഡിൻ്റെ ടൂൾ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആർട്ട് വർക്കിൽ ഇനി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആർട്ട് വർക്കിൻ്റെ ബൗണ്ടിങ് ബോക്സിൽ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആകും എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു 1 ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഒരു ആർട്ട് ബോർഡ് 6 എന്ന് പറഞ്ഞ് പുതിയൊരു ആർട്ട് ബോർഡ് അവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആർട്ട് ബോർഡിൻ്റെയും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാം ആർട്ട് ബോർഡ് 1, ആർട്ട് ബോർഡ് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ നെയിംസ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ടൊരു ആർട്ട് ബോർഡ് അവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ ആക്ച്വലി ആർട്ട് വർക്കാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആർട്ട് വർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതൊരു പുതിയ ആർട്ട് ബോർഡായിട്ട് മാറും. ലൈക്ക് ആ ഒരു ആർട്ട് വർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ ബൗണ്ടിങ് ബോക്സിലായിരിക്കും ആ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ആകുന്നത്. പക്ഷെ നമുക്ക് അത് വേണ്ട. നമുക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ അൺഡു ചെയ്യുന്നത് പോലെ ഇതിനകത്തും നിങ്ങൾക്ക് Command Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ PC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പഴയ പടി തന്നെ വരാൻ പറ്റും. ഇപ്പോൾ ആർട്ട് ബോർഡ് മൊത്തത്തിൽ നമ്മുടെ ഒരു PC നിന്ന് പോയി അല്ലെങ്കിൽ നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് പോയി. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് Ctrl+C ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം അൺഡു ഉണ്ട്. പക്ഷേ അതിനും ഒരു ലിമിറ്റ് ഉണ്ട് ഉപയോഗിക്കുന്നതിന്. അതുപോലെ തന്നെ റീഡു ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എഡിറ്റിൽ പോവുക. അതിനുശേഷം റീഡു ഡിഫൈൻ
അത് മാക്കിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഇസഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡു ഓപ്ഷൻസ് വരും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അഗെയിൻ കാണാം ഇവിടെ ആ ഒരു ആർട്ട് ബോർഡ് തിരിച്ചു വന്നു. നമുക്ക് എന്തായാലും റീഡു ഓപ്ഷൻസും അൺഡു ഓപ്ഷൻസും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ കമാൻഡ് ഇസഡ് പ്രസ് ചെയ്ത് ആ ഒരു ആർട്ട് ബോർഡിനെ കളഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ആർട്ട് ബോർഡ് നേരത്തെ പറഞ്ഞു നമുക്ക് അല്ലാതെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന്. സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓബിയസ്ലി നമുക്കതിനെ മൂവ് ചെയ്യാനും പ്രസ് ചെയ്തുകൊണ്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഇതിനെ മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് മൂവ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിതിനെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂൾ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് ഗേറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഓൺ ആക്കിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് ഓൺ ആക്കുക. കാര്യം ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, എസ്പെഷ്യലി ഇല്ലുസ്ട്രേറ്ററിൽ. അപ്പോൾ ഞാൻ അഗെയിൻ ഇതിപ്പോൾ മൂവ് ചെയ്തോട്ട് ഞാൻ പഴയ സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ഗേറ്റ്സ് എന്നെ സഹായിക്കും. ലൈക്ക് നേരത്തെ എങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യണമെന്നുള്ളത് സഹായിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു പിങ്ക് കളർ ലൈൻ ഇവിടെ വന്നായിട്ട് കാണാം. ലൈക്ക് കറക്റ്റ് ഇൻ്റർസെക്ഷനിൽ താഴത്തെ ആർട്ട് ബോർഡിലും അതുപോലെ തന്നെ വലത്തെ സൈഡ് കാണുന്ന ആർട്ട് ബോർഡ്, അതായത് ആർട്ട് ബോർഡ് 2-ലും ആ ഒരു ഇൻ്റർസെക്ഷൻ പിങ്ക് ലൈൻ വന്നത് കാണാം. ഇതിന് അർത്ഥം നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അലൈൻമെൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സ്മാർട്ട് ഗേറ്റ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. കഴിവതും അത് ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആർട്ട് ബോർഡ് മൂവ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചാണ് നമ്മുടെ ആർട്ട് വർക്കും അതിനോടൊപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചില സമയത്ത് നമുക്ക് ആർട്ട് വർക്ക് ആർട്ട് ബോർഡിനോടൊപ്പം വരാതെ ഇരിക്കാം, അല്ലെങ്കിൽ ആർട്ട് വർക്ക് മാത്രമായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മുകൾ ഭാഗത്തായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മൂവ് ഓർ കോപ്പി ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് അൺസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആർട്ട് ബോർഡ് മാത്രമായിട്ട് നീക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ആർട്ട് വർക്ക് എന്ന് പറയുന്ന ആ 1 ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ബോർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, പല സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. എഗെയിൻ നമുക്ക് പഴയപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും പാടുപെടേണ്ട കാര്യമില്ല. കമാൻഡ് ഇസഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ സി ഇസഡ് അങ്ങനെ പലതരത്തിൽ പറയും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏത് തരത്തിൽ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആർട്ട് ബോർഡ് ടൂളുമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആർട്ട് ബോർഡ് ടൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം കിട്ടുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് വേറെ കുറച്ച് ഓപ്ഷൻസ്, ആർട്ട് ബോർഡിൻ്റെ തന്നെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് വേറെ കുറച്ച് ഓപ്ഷൻസ് കാണാം. പക്ഷേ ഇത് നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ ആർട്ട് ബോർഡ് ടൂളിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Shift+O പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ടോപ്പിലായിട്ട് കാണാൻ പറ്റും. ലൈക്ക് ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ സൈഡ് പാനലിൽ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് പാനലിൽ കാണുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഈ ടോപ്പിലുള്ളത്. ലൈക്ക് ട്രാൻസ്ഫോം ദാ കിടക്കുന്നു, നമ്മളുടെ X ആക്സിസ് Y ആക്സിസ്, ആർട്ട് ബോർഡ് നെയിം ദാ കിടപ്പുണ്ട്, പ്രീസെറ്റ് കസ്റ്റം ദാ കിടപ്പുണ്ട്, കണ്ടില്ലേ? അങ്ങനെ പല ഓപ്ഷൻസും ഇവിടെ കാണുന്ന ആർട്ട് ബോർഡ് ഓപ്ഷൻസ് എല്ലാം ഇവിടെയും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡ് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല. ലൈക്ക് ഇതിനെ നമുക്ക് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആർട്ട് ബോർഡ് ഓപ്ഷൻസിൽ നിന്ന് മാറാൻ പറ്റും. ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്തായാലും സെയിം ഓപ്ഷൻസ് ടോപ്പിലുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ നമ്മളുടെ ആർട്ട് ബോർഡ് ഇപ്പോൾ നിൽക്കുകയാണ്. ആർട്ട് ബോർഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് താഴെ ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ലൈക്ക് ഒരു സൂമിൻ പോലത്തെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മളുടെ അത് ഒരു 12,000 ലെവലിൽ 12,000% സൂം ആയിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ബാക്കിലോട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വിൻഡോയുടെ കറക്റ്റ് സൈസിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ താഴെ കാണുന്ന ഇതിൽ ഫിറ്റ് ഓൺ സ്ക്രീന് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ആർട്ട് ബോർഡ് സെലക്ഷൻ മാത്രം വന്നത്. അല്ല, നിങ്ങൾക്ക് ഈ ഒരു നമുക്ക് ആ ഒരു ഫുൾ ആർട്ട് ബോർഡും മൊത്തത്തിൽ കാണണമെങ്കിൽ ഫിറ്റ് ഓൾ ഇൻ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആർട്ട് ബോർഡും നമ്മളുടെ ഈ ഒരു വിൻഡോ സ്ക്രീനിൽ കാണാൻ പറ്റും. പല സമയത്ത് നമുക്ക് സിംഗിൾ ആർട്ട് ബോർഡിലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആർട്ട് ബോർഡായിട്ട് സെലക്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് നാവിഗേഷൻ പോലെ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ബട്ടണിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ആർട്ട് ബോർഡിലായിട്ട് പോകാം. ഏറ്റവും താഴെയായിട്ട് കാണുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. 1 എന്ന് പറയുന്നത് ആർട്ട് ബോർഡ് 1 ആണ്.
2 എന്ന് പറയുന്ന ആർട്ട് ബോർഡ് 2 ആണ്, 3 ആണ്, 4th ആണ്. ഇപ്പോൾ ഓരോ ആർട്ട് ബോർഡിലായിട്ട് നിങ്ങൾക്ക് മുകളിലൊരു പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അഗെയിൻ നമുക്ക് ബാക്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ആർട്ട് ബോർഡ് കാണാൻ വേണ്ടിയിട്ട് വ്യൂ കൊടുത്തതിന് ശേഷം ഫിറ്റ് ഓൾ ഇൻ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു അൺഡൂവും റീഡുവും ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ലൈക്ക് Ctrl+Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡൂ ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയത്ത് ലൈക്ക് ഞാൻ ഈ ഡോക്യുമെൻ്റ് ഓൾറെഡി ഇപ്പോൾ ഇതാണ്ടേ ഇങ്ങനെ വച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫയൽ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഞാൻ സേവ് ചെയ്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ Ctrl+Z പ്രസ് ചെയ്ത് Command+Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ Ctrl+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്നു PC മാക്കുമായിട്ട്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ റീഡു ആയി. ഞാനിപ്പോൾ ഫയലിൽ പോയിട്ട് റിവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ F12 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് കാണിക്കും. ലൈക്ക് റിവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സേവ് ചെയ്ത സംഭവത്തിലേക്ക് റിവേർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അൺഡൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ റിവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ബാക്ക് ടു ലാസ്റ്റ് സേവ്ഡ് സെഷൻ. അപ്പോൾ ലാസ്റ്റ് സേവ്ഡ് സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൺഡൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഞാനിപ്പോൾ റിവേർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സേവ് ചെയ്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ ഒരു ആർട്ട് ബോർഡ് ഇങ്ങോട്ട് നീക്കി വെച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് പോയി. ഇനി ഞാൻ ഫയലിൽ പോയിട്ട് എഡിറ്റിൽ പോയിട്ട് അൺഡൂവിൻ്റെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആക്ച്വലി നമുക്ക് ഇനി അൺഡൂ റീഡൂ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് റിവേർട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ നമുക്ക് ബാക്ക് ടു പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അൺഡൂ കീ ഇല്ലെങ്കിലും നമ്മുടെ സ്മാർട്ട് ഗേറ്റ്സ് നമ്മളെ സഹായിക്കും അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ആർട്ട് ബോർഡ് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നീക്കി വയ്ക്കുന്നതും ഒക്കെ നമ്മൾ നോക്കി. പക്ഷേ ഇനി 2ൽ കൂടുതൽ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നോർമലി നമ്മൾ വിൻഡോസ് PC-ക്കകത്ത് മൾട്ടിപ്പിൾ സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാറുണ്ട്. അതേ എഫക്റ്റ് തന്നെയാണ് നമുക്കിവിടെയും. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ആർട്ട് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സെലക്ഷൻ നടത്താം. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ് ചെയ്താൽ മൂന്നാമത്തെ സെലക്ഷനും നടത്താം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ബൗണ്ടിങ് ബോക്സ് 4 എണ്ണത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്ത ആർട്ട് ബോർഡ് കാണണമെങ്കിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിംഗിൾ ബ്ലൂ ലൈന് പോയിട്ടുള്ളതായിട്ട് കാണാം. അതാണ് നമ്മുടെ ആക്ച്വൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആർട്ട് ബോർഡ്. ഞാനത് 4th ആർട്ട് ബോർഡിലും ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സെയിം അഗെയിൻ ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഇല്ല നിങ്ങൾക്കിനി ഓരോന്നായിട്ട് പ്രസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് സിംപിളി നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐക്കൺ ആയിരിക്കും കാണുന്നത്. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഐക്കൺ മാറുന്നതായിട്ട് കാണാം. ഒരു സെലക്ഷൻ വിത്ത് ഒരു ആർട്ട് ബോർഡിൻ്റെ ടൂള് വരുന്ന രീതിയിലുള്ള ഒരു ഐക്കണിലേക്ക് മാറുന്ന കാണാം ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അരിത്തമാറ്റിക്കലി നമുക്ക് നമ്മളുടെ ആർട്ട് ബോർഡ് മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അരിത്തമാറ്റിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഞാൻ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആർട്ട് ബോർഡും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ XY ആക്സിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0.5 feet ആണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് X ആക്സിലുള്ള. അപ്പോൾ ഞാൻ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും, മൈനസ് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ലൈക്ക് ഇവിടെ തന്നെ ഈ ഒരു ബോക്സിനകത്ത് തന്നെ നിങ്ങൾക്ക് അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാം. ലൈക്ക് ഞാനിപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുകയാണ്. 0.5 feet മൈനസ് ഏകദേശം ഒരു 15 feet ലെഫ്റ്റിലോട്ട് മാറാൻ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് പോയിൻറ്റ്സ് കണക്കാക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അത് പ്രസ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫസ്റ്റ് ആർട്ട് ബോർഡ് കുറച്ച് ഇങ്ങോട്ട് മാറിയതായിട്ട് കാണാം. അപ്പോൾ പോയിൻറ്റ്സ് കണക്കിന് നമുക്ക് ഇങ്ങനെ അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് XY ആക്സിസിൻ്റെ ഈ ഒരു ബോക്സിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. യൂഷ്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ വേണ്ട സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ലൈക്ക് ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ ഇൻറ്റു, ആസ്ട്രിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റു കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ഇവിടെ ചെയ്യാം. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എക്സ്ട്രാ റൈറ്റ് സൈഡിലോട്ടായിട്ട് മാറുന്നതാണ്. അപ്പോൾ Y ആക്സിലേക്ക് കൊടുത്തപ്പോൾ താഴേക്ക് വന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് പല തരത്തിൽ X ആക്സിസിൽ മൈനസും പ്ലസ്സും ഇട്ട് നമുക്ക് ആർട്ട് ബോർഡിനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ആർട്ട് ബോർഡിനകത്ത് തന്നെ നമുക്ക് സ്മാർട്ട് സ്കെയിലിംഗ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. സ്മാർട്ട് സ്കെയിലിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ട് ബോർഡിനെ നമുക്ക് ചെറുതാക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബൗണ്ടിങ് ബോക്സിനകത്ത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാൻ പറ്റും.
പക്ഷെ നമുക്ക് സ്മാർട്ടായിട്ട് ലൈക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഓപ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ ആർട്ട് ബോർഡ് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏത് ആർട്ട് ബോർഡ് വേണമെങ്കിലും അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മൂവ് ചെയ്ത് നമുക്കൊരു കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിനെ സ്മാർട്ട് സ്കെയിൽ എന്നാണ് പറയുന്നത്. ആർട്ട് ബോർഡിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കീയാണ് മാക്കിൽ. അപ്പോൾ അത് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആർട്ട് ബോർഡിനെ നിങ്ങൾക്ക് പലതരത്തിൽ മാറ്റാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അഗൈൻ റിവേർട്ട് ചെയ്യണമെങ്കിൽ കമാൻഡ് Z ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക് ടു ദ ലാസ്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇനി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ആർട്ട് ബോർഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആർട്ട് ബോർഡായിട്ട് നമ്മളിപ്പോൾ റീഅറേഞ്ച് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാരി വിതറിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ പലതരത്തിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് റീഅറേഞ്ച് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം നമുക്കിപ്പോൾ ഇവിടെ ആർട്ട് ബോർഡ് 4 സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിവിടെ കോളംസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലേ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്നുള്ളത്. കോളം ഇപ്പോൾ ഇവിടെ 4 ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കോളം വേണമെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എങ്കിൽ ടോട്ടൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ആർട്ട് ബോർഡ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും പുറത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ ഇവിടെ നമ്മളുടെ മൂവ് ആൻഡ് കോപ്പി ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ആർട്ട് ബോർഡ് മാത്രം അറേഞ്ച് ആയത്. ലൈക്ക് നമുക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഇപ്പോൾ ഓരോ ആർട്ട് വർക്കായിട്ട് ഞാൻ തിരിച്ച് അതേപടി ഞാൻ എടുത്തെടുത്തിന്ന് തന്നെ അവിടെ തിരിച്ചു കൊണ്ട് വയ്ക്കുകയാണ്. നമ്മളെല്ലാത്തിലും 1 കൊടുത്തത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ അഗെയിൻ ആർട്ട് ബോർഡ് ടൂളിലേക്ക് പോവുകയാണ്. പോയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്ത് കൊടുത്തു. അഗെയിൻ റീഅറേഞ്ച് ഓൾ കൊടുത്തു. സെയിം ഓപ്ഷൻസ് കോളം 2 കൊടുത്തു. മൂവ് ആർട്ട് വർക്ക് വിത്ത് ആർട്ട് ബോർഡ് കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആർട്ട് ബോർഡിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഡോബി ഇല്ലുസ്ട്രേറ്ററിലെ ആർട്ട് ബോർഡിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിനകത്ത് നമ്മൾ കുറച്ച് ടൂൾസും പെൻ ടൂളും ഒക്കെയാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്.